ഐതിഹ്യമാലയിലെ അടുത്ത ഐതിഹ്യം നമ്മുടെ ശക്തൻ തമ്പുരാനെ സംബന്ധിച്ചതാണ്. കേരളത്തിൽ ശക്തനും അതേസമയം കുറച്ചൊക്കെ ദുഷ്ടനുമായി അറിയപ്പെടുന്ന ആളാണ് ശക്തൻ തമ്പുരാൻ. അദ്ദേഹത്തിൻ്റെ ക്രൂരകൃത്യങ്ങൾ അത്രയും വേണമായിരുന്നോ എന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് തോന്നും. കൊട്ടാരത്തിൽ ശങ്കുണ്ണി അതിനാൽ ഒരു വലിയ മുഖവുരയോടെയാണ് ശക്തൻ തമ്പുരാൻ്റെ ഐതിഹ്യം എഴുതുന്നത്. മറ്റു പലരുടെ ഐതിഹ്യങ്ങളുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി സുദീർഘമായിട്ടാണ് ശക്തൻ തമ്പുരാനെ പറ്റി എഴുതിയിട്ടുള്ളത്. അതിൻ്റെ തുടക്കത്തിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി തന്നെ ഇത് പറയുന്നു. ഇദ്ദേഹത്തെപ്പറ്റി ഇങ്ങനെ ഒരു മനസാക്ഷിയില്ലാത്ത ക്രൂരൻ എന്നൊക്കെ പലരും ധരിക്കുന്നുണ്ട്. എന്നാൽ അന്നത്തെ സാഹചര്യത്തിൽ അത് ആവശ്യമായിരുന്നു. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം അങ്ങനത്തെ നടപടിയെടുത്തത്. ദുഷ്ടന്മാരെ ശിക്ഷിക്കുമ്പോൾ അല്പം കടന്നുപോയില്ലേ എന്ന് നമുക്ക് തോന്നാമെങ്കിലും ശിഷ്ടന്മാരെ രക്ഷിക്കാൻ അതല്ലാതെ മാർഗമുണ്ടായിരുന്നില്ല എന്നൊക്കെ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ന്യായീകരിക്കുന്നുമുണ്ട് ശക്തൻ തമ്പുരാൻ്റെ പെരുമാറ്റത്തെ. എന്തുമായിക്കോട്ടെ, ഞാൻ ആ ഐതിഹ്യം വായിച്ച് നോക്കിയപ്പോൾ എനിക്കുണ്ടായ ഇംപ്രഷൻ ഈ ലോ ആൻഡ് ഓർഡർ ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു കൊച്ചി രാജ്യം. വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാട്, ഇതായിരുന്നു അന്നത്തെ അവസ്ഥ. കയ്യിൽ 10 കാശുള്ളവൻ കുറച്ച് ഭൂമിയൊക്കെ ഉണ്ടെങ്കിൽ അവൻ അവിടുത്തെ രാജാവാണ്. അവൻ തീരുമാനിക്കുന്നത് അവിടുത്തെ നിയമം, അവൻ ബാക്കിയുള്ളവരൊക്കെ അനുസരിച്ചോളണം. കുറച്ചപ്പുറത്തേക്ക് നിന്ന് കഴിയുമ്പോൾ അടുത്തവൻ രാജാവ്. ഇങ്ങനെ അരാജകത്വം എന്ന് പറയുന്ന അവസ്ഥ. ദർ ഈസ് നോ ലോ ആൻഡ് ഓർഡർ. ധനവാനും ബലവാനുമാണെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം എന്നുള്ള സിറ്റുവേഷനായിരുന്നു. എന്നാൽ പേരിന് കൊച്ചി രാജാവൊക്കെ ഉണ്ട് താൻ. ആ സമയത്താണ് ഈ ശക്തൻ തമ്പുരാൻ്റെ ജനനം. കൊല്ലവർഷം 926 ജനിച്ച് 981 മരിച്ചു. 65 വർഷം ശക്തൻ തമ്പുരാൻ. അപ്പോൾ ശക്തൻ തമ്പുരാൻ മൂത്ത തമ്പുരാനുള്ളപ്പോൾ ഇളമുറത്തമ്പുരാനായിട്ട് ശക്തൻ തമ്പുരാൻ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് കുറേ നമ്പൂതിരിമാർ ഈ മൂത്ത തമ്പുരാനെ കണ്ട് സങ്കടം പറഞ്ഞു. അവർ രാത്രി നടന്നു പോകുന്ന വഴിക്ക് അവരുടെ പണ്ടവും പണവും എല്ലാം കുറേ മാപ്പിളമാർ അപഹരിച്ചു. അത് ആളെപ്പോലും തിരിച്ചറിയാൻ രാത്രിയായിരുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യും, അവനോട് പോയി പറ എന്ന് വെച്ചാൽ ശക്തൻ തമ്പുരാനോട്. ശക്തൻ തമ്പുരാൻ അപ്പോൾ എന്തോ കസർത്ത് പഠിക്കുകയോ സംതിങ്. അതിനിടയ്ക്ക് ഇവർ ചെന്നു, എന്താ അപ്പോൾ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, ഞങ്ങൾക്ക് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു. അത് മൂപ്പരോട് പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയാൻ പറഞ്ഞു. ഓ, എന്നാൽ നിങ്ങളിവിടെ നിൽക്കുക, ഞാനൊന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം മൂത്ത രാജാവിൻ്റെ അടുത്ത് തന്നെ പോയി. ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞു അവർക്ക് എന്താണെന്ന് വെച്ചാൽ അത് തിരിച്ച് കുടിപ്പിക്കണം. ഉണ്ണി എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, എൻ്റെ ഫുൾ പിന്തുണ ഉണ്ണിക്കുണ്ട്. ആ ശരി പറഞ്ഞു. ഇവരോട് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, അവർക്ക് നഷ്ടപ്പെട്ട പൈസയും സംഗതിയൊക്കെ ഇവിടുന്ന് ഖജനാവിൽ നിന്ന് കൊടുക്കാം, അവർ പൊക്കോട്ടെ. അപ്പോൾ ശക്തൻ തമ്പുരാൻ പറഞ്ഞു, അത് കൊടുക്കാൻ വരട്ടെ, ഇവരോടൊരു 2 ദിവസം കൂടെ താമസിക്കാൻ പറ, ഭക്ഷണം കഴിക്കാനുള്ളത് കൊടുത്താൽ മതിയല്ല, കാശൊന്നും കൊടുക്കരുത്, കാശ് ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ശക്തൻ തമ്പുരാൻ തൃപ്പൂണിത്തുറയിൽ വന്നിട്ട് ഒരു ഉത്തരവിട്ടു. ഈ ഭാഗത്തുള്ള മാപ്പിളമാരെല്ലാം ഒരു കുടവും ഒരു മാറ് കയറും, ഒരു മാറെന്ന് പറഞ്ഞാൽ ഏകദേശം 3 മുഴം വരുമെന്ന് തോന്നുന്നു, ഏതായാലും ഒരു നീളമുള്ള കയറും കുടവുമായിട്ട് എല്ലാവരും പടിഞ്ഞാറേ കായലിൽ അവിടെ ഹാജരായിക്കോളാം. പിറ്റേ ദിവസം 100-500 മാപ്പിളമാർ കുടവും കയറുമായിട്ട് ഹാജരായി. ശക്തൻ തമ്പുരാൻ പറഞ്ഞു, നിങ്ങളിൽ ചിലരാണ് കുറേ നമ്പൂതിരിമാരുടെ പണവും പണ്ടവും ഒക്കെ ഇന്നലെ അപഹരിച്ചത്. 2 ദിവസമായി. ആരാണോ അപഹരിച്ചത് അവരാ കുറ്റം സമ്മതിച്ചാൽ വലിയ ശിക്ഷയില്ലാതെ ഞാൻ എല്ലാവരെയും വിടാം, അല്ലെങ്കിൽ എല്ലാവരെയും ചേർത്ത് ഞാൻ കൊന്നുകളയും.
പോന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ശക്തൻ തമ്പുരാൻ്റെ ശിക്ഷ കൊന്നു കളയുക എന്നുള്ളത്. അപ്പോൾ ആരും ഒന്നും വേണ്ടിയില്ല, ആരും കുറ്റമേറ്റില്ല. അപ്പോൾ ശക്തൻ തമ്പുരാൻ ഉത്തരവിട്ടു, യുവമാരെ കൊണ്ടുപോയിട്ട് ആ കിഴവനച്ചാലിൽ താഴ്ത്ത്. കിഴവനച്ചാൽ എന്ന് പറയുന്നൊരു ചാല് എറണാകുളം കായലിലുണ്ട്. അതായത് എറണാകുളം കായൽ എന്ന് പറഞ്ഞാൽ വേമ്പനാട്ട് കായലിൻ്റെ വടക്കേ അറ്റം കൊച്ചി തുറമുഖം വഴി കടലിലേക്ക് ജോയിൻ ചെയ്യുന്ന അവിടെയുള്ള കായൽ. അപ്പോൾ അതിലാണ് ഈ കിഴവന ചാൽ. അവിടെ പണ്ടൊരു കിഴവന ഇല്ലമുണ്ടായിരുന്നെന്നും അത് വെള്ളത്തിനിടയിൽ പോയെന്നും, ഏതായാലും കിഴവന എന്ന പേര് വന്നത് അങ്ങനെയാണെന്ന് പറയുന്നു. ദ ഡീപ്പസ്റ്റ് അവൈലബിൾ പോയിൻ്റ് ഇൻ വേമ്പനാട്ട് ലേക്ക്, അതാണ് കിഴവനച്ചാൽ. ഇവരെല്ലാം കിഴവനച്ചാലിൽ താഴ്ത്തി. ദാറ്റ് മെസ്സേജ് വാസ് ടെറിഫിക്. മറ്റ് മാപ്പിളമാരെല്ലാം കൂടെ പിറ്റേ ദിവസം കയ്യിലുണ്ടായിരുന്ന കാശും പണ്ടവും ഒക്കെ ആയിട്ട് ഓടി വന്ന് ശക്തൻ തമ്പുരാനെ കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങളാരുമല്ല ഇത് ചെയ്തത്, പക്ഷേ അവർക്ക് കൊടുക്കാനുള്ള കാശും പണ്ടവും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എത്രയാണ് നഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് ഞങ്ങൾ കൊടുക്കാം. ഇനി മേലിൽ മാപ്പിളമാരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല. മാപ്പിളമാരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ബാക്കിയുള്ളവർ ഈഴവരാതി മറ്റ് നായന്മാർ അവർക്കൊന്നും ഗ്യാരണ്ടി നിൽക്കാൻ ഞങ്ങളില്ല. പക്ഷേ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരൊറ്റ ആൾ ഇനി മേലിൽ ഒരക്രമം പ്രവർത്തിക്കാൻ പോവില്ല. പോയാൽ ഞങ്ങളുടെ മൊത്തം സമുദായത്തെ തമ്പുരാൻ കായലിൽ മുക്കിക്കൊന്നോളൂ, ഞങ്ങൾക്ക് സമ്മതമാണ്. പക്ഷേ ഈ സാധനം ഞങ്ങൾക്ക് ഇനി ഞങ്ങളെ ഉപദ്രവിക്കരുത്. അവരുടെ കൂട്ടത്തിലാണ് കള്ളന്മാരെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. മുങ്ങി ചത്തവരുണ്ടല്ലോ, അവരുടെ കൂട്ടത്തിലായിരിക്കണം കള്ളന്മാർ എന്നാണ്. കാരണം ഞങ്ങളാരും ഇത് ചെയ്തിട്ടില്ല, സത്യം. പക്ഷേ ഞങ്ങൾ ഇത് തിരിച്ചു തരാനും തയ്യാറാണ്. റൈറ്റ്, പൊക്കോളാം. ഈ പണ്ടവും പണമൊക്കെ വാങ്ങിച്ചിട്ട് ഇത് കൊണ്ടുപോയി നമ്പൂതിരിമാർക്ക് കൊടുത്തിട്ട് നമ്പൂതിരിമാരോട് പറഞ്ഞു, പൊക്കോ, ഇനി നിങ്ങളാരും ഒന്നും ചെയ്യില്ല. അപ്പോൾ വലിയ തമ്പുരാൻ ചോദിച്ചു, ഉണ്ണി എന്ത് ചെയ്തു? അപ്പോൾ ഉണ്ണി ധൈര്യമായിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചെയ്തു. അത്രയും പേര് ചാലിൽ താഴ്ത്തി കൊന്നു. ശരി. അപ്പോൾ വലിയ തമ്പുരാനും മനസ്സിലായി, ഇത് പിടിച്ചാൽ കിട്ടാത്ത ഒരു വലിയ കുതിരയാണ് ഈ എനിക്ക് ശേഷം വരാൻ പോകുന്ന ശക്തൻ തമ്പുരാൻ. ശക്തൻ തമ്പുരാൻ്റെ ലോജിക്ക് ഇന്നത്തെ രീതിയിൽ നിങ്ങൾ നോക്കൂ. സെൻഡിങ് എ സ്ട്രോങ് മെസ്സേജ് എന്ന് പറയുമല്ലോ. എന്താണ് ഈ സ്ട്രോങ് മെസ്സേജ്? ഹൗ സ്ട്രോങ് ഈസ് സ്ട്രോങ്? എവറി മെസ്സേജ് ഹാസ് ടു ബി ഡിസ്പ്രപ്പോർഷനേറ്റ്, ദെൻ ഇറ്റ് ബിക്കംസ് സ്ട്രോങ്. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഈ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് പറയും. സിമ്പിൾ പ്രതികാരമാണ്, റെസിപ്രോക്കേഷൻ ആണത്. കണ്ണിന് കണ്ണല്ല, കണ്ണിന് തല തന്നെ അടിച്ചു മാറ്റുക. പല്ലിന് പല്ലല്ല, ഫുൾ താടി അടിച്ച് പൊട്ടിക്കുക. ഇതാണ് സെൻഡിങ് എ സ്ട്രോങ് മെസ്സേജ്. അപ്പോൾ നിങ്ങൾ പറയും, അല്ല കണ്ണിന് പകരം അയാളുടെ മൊത്തം തല എന്തിനാണ് എടുത്തത്? അതാണ് സ്ട്രോങ് മെസ്സേജ്, ഡിസ്പ്രപ്പോർഷനേറ്റ്ലി സ്ട്രോങ് മെസ്സേജ്, സോ ദാറ്റ് this will not be repeated at any cost. Anybody will shudder to think about doing some dacoity. ഇല്ലേ? വഴിയിൽ പിടിച്ചു പറിക്കുന്ന കാര്യത്തെപ്പറ്റി ആലോചിക്കാൻ പോലും ഒരുത്തനും ധൈര്യപ്പെടുകയില്ല. This was his technique to bring in order in the society. ഒരു സൊസൈറ്റിയിൽ നിങ്ങൾക്ക് എന്ത് വ്യവസായം, കൃഷി, കച്ചവടം എന്തൊക്കെ ചെയ്യണമെങ്കിലും സെക്യൂരിറ്റി വേണ്ടേ? ആദ്യം ഒരു ഓർഡർ വേണ്ടേ? വഴിയെ നടന്നാൽ ആൾ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന സ്ഥിതി വന്നു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല. പിന്നെ എന്ത് കൃഷി, എന്ത് കച്ചവടം? സോ ബേസിക് ലോ ആൻഡ് ഓർഡർ ഹാസ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ്, ഫോർ വിച്ച് യു ഹാവ് ടു സെൻഡ് എ സ്ട്രോങ് സിഗ്നൽ ടു ദ സൊസൈറ്റി. ഫോർ സെൻഡിങ് എ സ്ട്രോങ് സിഗ്നൽ ഇറ്റ് ഹാസ് ടു ബി ഡിസ്പ്രപ്പോർഷനേറ്റ്, ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഹി ഡിഡ്. പിടിച്ചു കെട്ടിയ പോലെ ഇത് നിന്നു. ആൻഡ് ഡിസൊബേ ചെയ്യാന്ന് വയ്ക്കുക. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മൂത്തപ്പുള്ളി മരിച്ചു. ശക്തൻ തമ്പുരാന് ഫുൾ അധികാരം സംഗതിയൊക്കെയായി. തൃപ്പൂണിത്തുറയിലൊരു ചടങ്ങ്. അപ്പോൾ ആ ചടങ്ങിന് പഞ്ചസാര കൊടുക്കുന്നത് കൊച്ചിയിലെ കൊങ്ങിണിമാരാണ്. ദേവരശക്കിണി എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. കൊച്ചിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, കൊച്ചി പോർച്ചുഗീസുകാർ ഒരു കോട്ട കെട്ടി കൊച്ചിയിൽ. ഇപ്പോഴത്തെ ഫോർട്ട് കൊച്ചി, അങ്ങനെയാണ് ഫോർട്ട് എന്നുള്ള പേര് കൊച്ചിക്ക് വരുന്നത്, ഫോർട്ട് കൊച്ചി. അപ്പോൾ ഈ കോട്ട പോർച്ചുഗീസുകാർ പോയി കഴിഞ്ഞ് പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചൊക്കെ ഡച്ചുകാർ അവരുടെ കൈവശം ഇരിക്കുന്ന കാലം, ഈ
ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് ഡച്ചുകാരുടെ കയ്യിലാണ് കോട്ട. ലന്തക്കാർ എന്ന് പറയും. നമ്മളെ NS മാധവൻ്റെ നോവലൊക്കെ ഇല്ലേ, ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനീയകൾ എന്നൊക്കെ പറഞ്ഞ് വിചിത്രമായ ചില വാക്കുകൾ. ഈ വാക്കുകളൊക്കെ കൊച്ചി ഭാഗത്തുള്ളതാണ്. ഡച്ചുകാർ ഉപേക്ഷിച്ചു പോയ അല്ലെങ്കിൽ അവരിൽ നിന്ന് സ്വാംശീകരിച്ച വാക്കുകളാണ്. അപ്പോൾ ഡച്ചുകാരുടെ കയ്യിൽ കോട്ടയിരിക്കുന്നു. കൊച്ചിയിലെ കൊങ്ങിണിമാരിൽ ഭൂരിഭാഗവും ഈ കോട്ടയ്ക്കുള്ളിലാണ്, ഡച്ചുകാരുടെ കോട്ടയ്ക്കുള്ളിലാണ്. ശക്തൻ തമ്പുരാൻ്റെ പ്രജകളാണ്, പക്ഷേ ഡച്ചുകാരുടെ കോട്ടയ്ക്കുള്ളിലാണ്. ഡച്ചുകാരും ശക്തൻ തമ്പുരാനും നേരിട്ട് യുദ്ധം ചെയ്യുന്നില്ലെങ്കിലും ശത്രുക്കളാണ്. അപ്പോൾ ശത്രുക്കളുടെ കോട്ടയിൽ തൻ്റെ പ്രജകൾ, ഇങ്ങനെയാണ് ശക്തൻ തമ്പുരാൻ്റെ നിലവ്. സ്ലോലി ഹീസ് ബിൽഡിംഗ് അപ്പ്. കൊച്ചി എന്ന രാജ്യം ലോ ആൻഡ് ഓർഡറും മറ്റു കാര്യങ്ങളും അനുസരണയും ഒക്കെ ആയിട്ട് പുള്ളി ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ്. അതുവരെ തോന്നിയാസം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വാളെടുത്തവരും വെളിച്ചപ്പാടായിരുന്നു. അപ്പോൾ തൃപ്പൂണിത്തുറയിലേക്ക് പഞ്ചസാര കൊടുത്തുവിടേണ്ടത് ദേവരേശക്കിണിയാണ്. ദേവരേശക്കിണി ഇത് കൊടുത്തുവിടാൻ കുറച്ച് താമസിച്ചു കഴിഞ്ഞപ്പോൾ പല ആവശ്യത്തിനും പഞ്ചസാരയില്ല. പഞ്ചസാര പലതിനും കുറഞ്ഞു, പാൽപ്പായസത്തിന് മധുരം ഇല്ലാതായി, കംപ്ലൈൻ്റായി. പക്ഷേ ശക്തൻ തമ്പുരാനോട് കംപ്ലൈൻറ്റ് പറയാൻ ആർക്കും ധൈര്യമില്ല. എന്നാലും ഊണ് കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് പറഞ്ഞു, ഇന്നെന്ത് പറ്റി തമ്പുരാൻ, ആ കൂടെ അരുചിയായല്ലോ പഞ്ചസാരയില്ലാതെ. അപ്പോൾ ഡിഫെൻസീവിലായി ശക്തൻ തമ്പുരാൻ. ഒരു മോശം, ഇത്രയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് പഞ്ചസാരയില്ലാതെ വൃത്തികേടാക്കുക. ഏതായാലും അതിന് ക്ഷീണം മാറട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് കാശൊക്കെ കൊടുത്ത ആൾക്കാരെ തൃപ്തിപ്പെടുത്തി ഒക്കെ വിട്ടു. ഇപ്പോൾ തമ്പുരാൻ്റെ വലങ്കയായിട്ട് കപ്പിത്താൻ എന്ന് വിളിക്കുന്നൊരു ആളുണ്ട്. ഇയാളാണ് ശക്തൻ തമ്പുരാൻ്റെ വിശ്വസ്തൻ. തമ്പുരാൻ വിളിച്ചു, കപ്പിത്താൻ വന്നു. നാളെ രാവിലെ കിണിയുടെ തല എനിക്ക് കണി കാണുന്നു. ഇപ്പോൾ രാത്രിയാവാൻ തുടങ്ങുന്നു. കപ്പിത്താനിപ്പോൾ പോയാൽ രാത്രി 8 മണിക്ക് അവർ ലന്തക്കാർ കോട്ടയടയ്ക്കും. പിന്നെ കയറാൻ പറ്റില്ല അതിനകത്ത്. 8 മണിക്ക് മുമ്പ് അതിനുള്ളിൽ കയറണം. ദേവരശക്കിണിയുടെ തലയുമായിട്ട് പുറത്തിറങ്ങണം. രാവിലെ കണി കാണാനായിട്ട് ഈ ദേവരശക്കിണിയുടെ തലയായിരിക്കണം ഞാൻ കാണേണ്ടത്. കപ്പിത്താൻ പോയി. ശക്തൻ തമ്പുരാൻ കിടന്നുറങ്ങി. കപ്പിത്താൻ ഒരു കണക്കിന് കോട്ടയം ചെന്നു. 8 മണി ആകുന്നതിന് മുമ്പ് അതിനുള്ളിൽ കടന്നു. ദേവരശക്കിണിയെ പോയി കണ്ടു. ദേവരശക്കിണി വളരെ ജെൻറ്റിൽമാനായിട്ട് അയ്യോ കപ്പിത്താൻ ഇരിക്കുന്നൊക്കെ പറഞ്ഞു, വലിയ സ്വീകരണം അത് ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ദേവരശക്കിണി പറഞ്ഞു, എനിക്കൊരു ഈ കൊട്ടാരത്തിൽ ശങ്കുണിയുടെ ഐതിഹ്യത്തിൽ മറന്നുപോയി എന്നുള്ള പ്രയോഗമല്ല, അന്താളിച്ചു എന്നാണ് അതിന് പകരം ഒരുപാട് സ്ഥലത്ത് പ്രയോഗിച്ച് ഞാൻ കണ്ടിരിക്കുന്നത്. അന്താളിച്ചു പോയി എന്ന് വെച്ചാൽ മറന്നുപോയി എന്നാണ് അർത്ഥം. നമ്മളിപ്പോൾ അന്താളിച്ചു പോയി എന്ന് പറഞ്ഞാൽ വാട്ട് ടു ഡു എന്നുള്ള ഒരു ഷോക്കിൽ വന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയാറുള്ളത്. ബട്ട് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പ്രയോഗിച്ചിട്ട് മറന്നുപോയി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ എനിക്ക് ഒരു അന്താളിപ്പ് സംഭവിച്ചു. പെട്ടെന്ന് ഞാൻ ഓർമ്മ വീണ്ടെടുത്തിട്ട് പഞ്ചസാര കൊടുത്തു വിട്ടു. അവിടെ എത്താൻ അല്പം താമസിക്കുകയാണ്. കപ്പിത്താൻ പറഞ്ഞു, താമസിച്ചു, പക്ഷേ ശരി, ഇപ്പോൾ താമസിച്ചു, എന്താ ചെയ്യാം. അപ്പോൾ ദേവരശക്കിണി പറഞ്ഞു, ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ, തൃപ്പൂണിത്തുറയിലോ എറണാകുളത്തോ ആയിരുന്നെങ്കിൽ ഇതിനോടകം തമ്പുരാൻ എൻ്റെ തലയെടുത്തേനെ പഞ്ചസാര താമസിച്ച്. ഇവിടെ ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഏത് ലന്തക്കാരുടെ കോട്ടയ്ക്കുള്ളിലായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് ആശ്വാസവും പറഞ്ഞു. കപ്പിത്താൻ മനസ്സിൽ വിചാരിച്ചു, നിന്നെ രക്ഷപ്പെടുത്താം. അല്ല ഇരിക്കട്ടെ, കപ്പിത്താൻ വന്നത് എന്തിനാ, അത് കുറച്ച് പട്ട് വേണം. അത്രയുള്ള പട്ട് വില കുറഞ്ഞ പട്ടാണ് ഈ താഴത്തെ നിലയിലിരിക്കുന്നത്, മുകളിൽ വില കൂടിയതുകൊണ്ട് ഇത് വേണം, രണ്ടും വേണം. ശരി, താഴത്തെ വില കുറഞ്ഞ പട്ട് കുറേ കപ്പിത്താൻ മേടിച്ചു. രണ്ടുപേരും കൂടെ മുകളിൽ പോയി. ഇയാൾ പലവിധ പട്ടുകൾ കാണിക്കുന്നതിനിടയ്ക്ക് കപ്പിത്താൻ ഇയാളുടെ തല വെട്ടിയിട്ട് പട്ടിൽ പൊതിഞ്ഞു. എന്നിട്ട് വെയിറ്റ് ചെയ്തു. അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഇവർ രണ്ടുപേരും കൂടെ മുകളിൽ പോയിട്ട് ഇവരെ കാണാഞ്ഞിട്ട് 1-2 ജോലിക്കാരൊക്കെ ഉണ്ട്. അവർ കിടന്ന് ഉറക്കമൊക്കെ ആയി. കപ്പിത്താൻ ഈ തലയുമായിട്ട് പോയി കോട്ടയുടെ വാതിൽ തുറക്കാനായിട്ട്. വെളുപ്പിനെ 4 മണിക്ക് തുറക്കുകയുള്ളൂ. 4 മണിക്ക് കോട്ടവാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ കപ്പിത്താൻ പുറത്ത് ചാടിയിട്ട് പരപര വെളുക്കുന്നതിന് മുമ്പ്, ശക്തൻ തമ്പുരാൻ എണീക്കുന്നതിന് മുമ്പ് പട്ടിൽ പൊതിഞ്ഞ ദേവരശക്കിണിയുടെ തല വാതിക്കൽ തൂക്കി. എന്നിട്ട് കപ്പിത്താൻ മാറി. കുറച്ച് കഴിഞ്ഞപ്പോൾ ശക്തൻ തമ്പുരാൻ എണീറ്റ് വന്നു.
ഉറക്കറയുടെ വാതിൽ തുറന്നതും ദേവരശക്കിനിയുടെ തല. ആ കപ്പിത്താൻ പോയി കുളി കഴിഞ്ഞ് വിശ്രമിച്ചോളൂ, രാത്രി മുഴുവൻ പ്രശ്നത്തിലായിരുന്നല്ലോ, ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞു. ഈ ദേവരശക്കിണിയുടെ തല തമ്പുരാൻ തന്നെ വേറെ ആൾക്കാരെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിടാനൊക്കെ പറഞ്ഞ് വിട്ടു. ദിസ് വാസ് അനദർ ഡിസ്പ്രപ്പോർഷനേറ്റ് ആക്ട്. ഇത് കൂടാതെ കൊച്ചി ഇതിലെ ശക്തൻ തമ്പുരാൻ്റെ സൈന്യത്തോട് പറഞ്ഞിട്ട് കോട്ടയ്ക്ക് പുറത്തുള്ള കൊങ്ങണിമാരുടെ ബിസിനസ്, വീട്, അവരുടെ സ്വത്ത് സംഗതി ഇത് മുഴുവൻ കൊള്ള ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഉത്തരവിട്ടു ശക്തൻ തമ്പുരാൻ. പോയി പിടിച്ചു പറിച്ചുകൊണ്ട് വേണം. ഓൾ ദീസ് ജസ്റ്റ് ബിക്കോസ് ഷുഗർ വാസ് ലേറ്റ് ഫോർ ഫ്യൂ അവേഴ്സ് മേ ബി. അതാണ് ഈ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് സ്ട്രോങ് സിഗ്നൽ കൊടുത്തു ആ കമ്മ്യൂണിറ്റിക്ക്, ദ ഹോൾ കൊങ്കണി കമ്മ്യൂണിറ്റി. മാപ്പിളമാരോട് ഇത് തന്നെ ചെയ്തത്. കുറച്ച് പേര് ചേർന്ന് കൊള്ളയടിച്ചു. ദ ഹോൾ കമ്മ്യൂണിറ്റി ബിക്കെയിം റെസ്പോൺസിബിൾ. കൊങ്ങണിമാരിൽ ഒരാൾ ഒരു അന്താളിപ്പ് അയാളുടെ ഭാഷയിൽ പറഞ്ഞാൽ സംഭവിച്ചു. ബട്ട് ദ പണിഷ്മെൻറ്റ് വാസ് ഫോർ ദ ഹോൾ കൊങ്കണി കമ്മ്യൂണിറ്റി. കംപ്ലീറ്റ് സ്വത്തുക്കൾ അവരുടെ കൈയടക്കി കൊണ്ടുവന്നു. ഇപ്പോഴും തൃപ്പൂണിത്തുറ ദേവസ്വത്തിൽ കൊച്ചി തിരുവനന്തപുരം ദേവസ്വം വക എന്നൊക്കെ പറഞ്ഞ് പാത്രങ്ങളും ഉണ്ട് എന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ കൊച്ചി തിരുവനന്തപുരം ദേവസ്വം വക എന്ന് പറഞ്ഞ് ഉരുളിയിലോ അവിടെ എവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പോലും. അപ്പോൾ അന്ന് എടുത്തുകൊണ്ട് വന്ന പാത്രങ്ങളൊക്കെയാണിത്. എന്ത് വായിക്കട്ടെ, ദാറ്റ് ഇസ് ഓൾ പാർട്ട് ഓഫ് ഹിസ്റ്ററി. ഇന്നിപ്പോൾ പൂർണ്ണത്രയീശനായാലും കൊച്ചി തിരുവനന്തപുരം ദേവസ്വം ആയാലും പഴയന്നൂർ ഭഗവതി ആയാലും എല്ലാവർക്കും ഒരുപോലെ ആയി, കാലം കടന്നുപോയി. ബട്ട് ദ ബേസിക് ലോ ആൻഡ് ഓർഡർ വാസ് ഡിസൈഡഡ് ബൈ ഹിം. ഹീ ഡിസൈഡഡ് ദാറ്റ് ഇത് ശക്തൻ തമ്പുരാൻ മാത്രമല്ല, എത്രയോ രാജാക്കന്മാർ, ഈവൻ ബ്രിട്ടീഷുകാർ ഇതൊക്കെ ഈ കൂട്ടപ്പഴ ചുമത്തുക എന്ന് കേട്ടിട്ടില്ലേ? ഒരാൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ ഗ്രാമത്തിന് മുഴുവൻ പഴിയിടുന്ന സമ്പ്രദായം ഭാരതത്തിലുണ്ടായിരുന്നു. സോ ദാറ്റ് സൊസൈറ്റി വിൽ സീ ദാറ്റ് നോബഡി റിപ്പീറ്റ്സ്. ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ എങ്ങനെയാണ്, ആരെങ്കിലും വേറൊരുത്തിനെ കുത്തി കൊല്ലുന്നത് കണ്ടു കഴിഞ്ഞാൽ പോലും നമുക്കെന്ത് കാര്യം, വേണമെങ്കിൽ മൊബൈലിൽ ഒരു വീഡിയോ എടുത്ത് പോക്കറ്റിലിട്ട് നമ്മൾ സ്ഥലം വിടും, വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയെ പിള്ളേരെ കാണിച്ച് സൂഹിക്കാനായിട്ട്. ഇതിലേ ഉള്ളൂ, നമുക്ക് വേറെ ഇതൊന്നും. അതേസമയം ഇങ്ങനെ കൺമുമ്പിൽ കൊലപാതകം നടന്നിട്ട് നീ തടയാഞ്ഞത് എന്താണെന്ന് നമ്മളോട് നിയമം ചോദിക്കാൻ തുടങ്ങിയാൽ അപ്പോൾ നമ്മൾ കൊലപാതകത്തെ തടയാൻ തുടങ്ങും. ഓടിവായോ എന്നൊക്കെ പറഞ്ഞ് ബഹളമൊക്കെ വെച്ചിട്ട് ആൾ കൂടും. അപ്പോൾ ഇങ്ങനെ കൂട്ടപ്പുഴ ചുമത്തുക അത് ഒരു ഇപ്പോൾ നമ്മുടെ കർണന്മാർ തന്നെ പറയാറില്ലേ, ഒരുത്തൻ പാപകർമ്മം ചെയ്താൽ അതിന് ഫലം പരക്കെയുള്ള ജനങ്ങൾക്കൊക്കെ തട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുണ്ട്. ഒരാൾ പാപം ചെയ്താൽ ബാക്കിയുള്ള നമ്മൾ ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ല. സൊസൈറ്റി ഈസ് റെസ്പോൺസിബിൾ. ഈ ഇക്വേഷൻസ് വെച്ചിട്ടാണ് ഇതുപോലത്തെ ശിക്ഷകൾ ശക്തൻ തമ്പുരാൻ നടപ്പിലാക്കിയത്. അത് ശരി തെറ്റെന്നൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാൻ വേറൊരു കാര്യം. ബട്ട് ബേസിക്കലി വാട്ട് ഹി വാസ് ഡൂയിങ് വാസ് ഹി വാസ് പുട്ടിങ് ഫൗണ്ടേഷൻ ഫോർ എ സ്ട്രോങ് കൊച്ചി രാജ്യം. അന്നത്തെ എന്ന് വെച്ച് അയൽവക്കത്തുകാരുമായിട്ട് വഴക്കൊന്നുമില്ല. തിരുവിതാംകൂറുമായിട്ട് നല്ല സ്നേഹത്തിലായിരുന്നു ശക്തൻ തമ്പുരാൻ. തിരുവിതാംകൂറിൽ പോയി പുള്ളിക്കിങ്ങനെ ഈ അറിയിപ്പ് കൊടുക്കുക അങ്ങനെ സമ്പ്രദായമൊന്നുമില്ല. ഇറങ്ങി ഒറ്റ പോക്കാണ് ശക്തൻ തമ്പുരാൻ. അങ്ങനെ പോയി തിരുവിതാംകൂറിൽ ചെന്നു. തിരുവിതാംകൂറിൽ ചെന്ന് വെളുപ്പിനെ തിരുവനന്തപുരത്തെത്തി. അവിടെ ക്ഷേത്രക്കുളത്തിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഒക്കെ ചെയ്ത് കൊട്ടാരത്തിൽ പോയി തിരുവിതാംകൂർ മഹാരാജാവിനെ കാണാനുണ്ട്. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, തമ്പുരാൻ ഉണർന്നിട്ടില്ല, 2 താഴെ ഇവിടെ പിടിക്കും. ആഹാ, ഇയാൾ വെളുപ്പിനെ എണീറ്റ് കാണുമെന്ന് ഞാൻ വിചാരിച്ചു. ശരി, ഞാനൊന്ന് ചുറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞ് പുള്ളി അവിടെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ചുറ്റിയൊക്കെ നടന്ന് കുതിരലായമുണ്ട്. തിരുവിതാംകൂർ രാജാവിന് ഒരുപാട് കുതിരകളൊക്കെ ഉണ്ട്. ഇദ്ദേഹം കുതിരലായത്തിൽ കയറി. നല്ല ഭംഗിയുള്ള കുതിരകളുണ്ട്, ഇല്ലാത്തതൊക്കെ ഉണ്ട്. അതിൽ നല്ല ലക്ഷണമൊത്ത 3-4 കുതിര. എന്നാൽ വളരെ ക്ഷീണിച്ച് ചടച്ച് മെലിഞ്ഞിരിക്കുന്നു, പാതി പ്രാണനുമായിട്ട്. ശക്തൻ തമ്പുരാനത് പിടിച്ചില്ല. എന്താ കാര്യം? അവിടെ ഇതിൻ്റെ കുതിരക്കാരൻ നിൽപ്പുണ്ട്. അയാളെ വിളിച്ചു ചോദിച്ചു, എന്താ കാര്യം? അപ്പോൾ അയാൾ പറഞ്ഞു, താനാരാ? തിരുവിതാംകൂർക്ക് മറ്റേ തിരുവിതാംകൂർ തിരുവനന്തപുരം ശൈലി ഉണ്ടല്ലോ, താൻ ആരുവാ? ഇങ്ങനെ പറഞ്ഞു, ഞാനാരാന്നൊക്കെ വരട്ടെ, ഈ കുതിര എന്താ ഇങ്ങനെ നിൽക്കുന്നു ചേട്ടാ? അല്ല, അത് അങ്ങനത്തെ ജനുസാ, അതിന് തീറ്റ കൊടുത്താലൊന്നും രക്ഷയൊന്നുമില്ല. അങ്ങനൊരു ജനുസുണ്ട്, പൂക്കൃതി കാണിക്കുന്നവർ.
പുല്ലും ഇതും മുതിരയും കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ കൊഴുപ്പിക്കാൻ എനിക്കറിയാം 4 ദിവസം കൊണ്ട്. താൻ എന്നോട് കളം പറയാൻ, ഞാൻ കാണാത്ത കുതിരയൊന്നും ഇല്ലല്ലോ. അപ്പോഴും ഇയാൾ ചോദിച്ചു, നിങ്ങൾ ആരാ? വീണ് താൻ ആരുവാ? എവിടുത്തെ താനെന്താ എൻ്റെ നിനക്ക് തട്ടിക്കറാനായിട്ട് കാര്യം? ശക്തൻ തമ്പുരാൻ തിരിഞ്ഞ് ഒറ്റ അടി വെച്ച് കൊടുത്തു. കാരണം ഇയാളും ബോധം കിട്ടും. ശക്തൻ തമ്പുരാൻ നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടി ചെയ്തു അടി കൊടുത്തും പോയില്ലോ. വല്ലവരുടെ രാജ്യത്ത് കയറിയിട്ട് അങ്ങനെയുള്ള കുതിരക്കാരനിട്ട് അടിച്ചിട്ട് അവൻ്റെ ബോധവും പോയി. മൂപ്പരിപ്പുറത്ത് കിടന്നു. ഇവൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തലയ്ക്ക് വെളിവൊക്കെ ഓടി രാജാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഏതോ ഒരു മഹാഭവ വന്നിട്ട് എന്നെ തല്ലിയിട്ട് പോയി. അപ്പോൾ നിന്നെ തല്ലിയോ? എന്താ കാര്യം എന്താ? അതിങ്ങനെ കുതിര വലിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതാണ് അതിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്താലും എനിക്ക് സങ്കടമില്ല. വല്ലവരും ഒക്കെ വന്ന് നമ്മളെ തല്ലിയിട്ട് പോയി കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. അയാൾക്ക് എന്ത് കാര്യം എന്നെ തല്ലാൻ? ഇവിടെ ആളാരാണ്? എനിക്കറിയാമല്ല, ഈ നാട്ടിലുള്ളതല്ല, ഏതായാലും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഇവിടെ ഇത്ര ധൈര്യമായിട്ട് എൻ്റെ കുതിരക്കാരനെ ഒന്ന് തല്ലണമെങ്കിൽ ആൾ നിസ്സാരക്കാരനായിരിക്കില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു, ഇനി പെരുമ്പടപ്പ് മൂപ്പരാണോ? അപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവ് ശക്തൻ തമ്പുരാനെ വിളിക്കുന്നത് പെരുമ്പടപ്പ് മൂപ്പിൽ നിന്നാണ്. മൂപ്പിൽ നിന്നായിരിക്കുമോ? പക്ഷെ മൂപ്പിൽ നിന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ അറിയിക്കുമല്ലോ. ഇതിനിടയ്ക്ക് മൂപ്പിൽ നിന്ന് വന്നു. അത് ശരി. അവർ ഇവനിട്ട് 2 കൊടുത്തോ? ഞാൻ കൊടുത്തു. തൻ്റെ ആളിനെ ഞാനൊന്ന് തല്ലി. അപ്പോൾ പോക്കൃത്തരം കഴിഞ്ഞ് തീറ്റി കൊടുക്കാതെ ആ കുതിര എങ്ങനെ നിൽക്കുന്നു നോക്കിയേ. അപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവ് പറഞ്ഞു, എനിക്ക് ജോലി തിരക്കുകൊണ്ട് അതൊന്നും പോയി നോക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഒരു സൂക്ഷ്മത കുറവ് അതിനകത്തുണ്ട്, മനസ്സിലായോ? ഞാനേതായാലും നമുക്ക് 2 പേർക്കും കൂടെ പോകാൻ. 2 പേരും കൂടെ പോയി അത് കണ്ടു കഴിഞ്ഞപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവ് പറഞ്ഞു, നിനക്ക് കിട്ടിയത് പോരാ, ഏതായാലും പിന്നെ മൂപ്പിൽ നിന്ന് തന്നതുകൊണ്ട് ഇനി ഞാൻ തല്ലുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് അങ്ങനെ ശക്തൻ തമ്പുരാൻ തിരിച്ചു വരുന്നു. ഇങ്ങനെ തിരുവിതാംകൂറിൻ്റെ കോർട്ടിൽ കയറിയിട്ട് കളിക്കാനും ശക്തൻ തമ്പുരാനും മടിയൊന്നുമില്ല. പക്ഷേ ആ കളിയിലൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാകും. തിരുവിതാംകൂർ മഹാരാജാവും അത് ആസ്വദിക്കും. മഹാരാജാവ് ഇതൊക്കെ ചോദിക്കുന്നുണ്ട്, എന്നോട് പറയാതെ വന്ന് എനിക്ക് വരണമെന്ന് തോന്നി, ഞാൻ വന്നിടും. എന്താ തനിക്ക് പിടിച്ചില്ലേ? അതുകൊണ്ടല്ല, നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ സ്വീകരിക്കാൻ, എനിക്ക് തൻ്റെ സ്വീകരണം മണം കെട്ടിയൊന്നും വേണ്ട, അല്ല മൂപ്പിതിനൊന്നും വേണ്ടാന്ന് എനിക്കറിയാം. ത്രൂ ഔട്ട് തിരുവിതാംകൂർ രാജാക്കന്മാർ ശക്തൻ തമ്പുരാനെ പെരുമ്പടപ്പ് മൂപ്പിൽ നിന്നാണ് വിശേഷിപ്പിക്കുന്നത്. വേറെ ആരും ആ വാക്ക് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ശക്തൻ തമ്പുരാൻ രാത്രിയിൽ ഇറങ്ങി നടക്കുന്ന സ്വഭാവമുണ്ടായി. ഇതൊന്നും തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് ഇല്ലാത്ത സ്വഭാവമാണ് കേട്ടോ. അവർ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ശിക്ഷയില്ല, രാത്രിയിൽ ഇറങ്ങി നടപ്പില്ല. ഗുപ്തചരന്മാരെയൊക്കെ അവർക്കുണ്ട്. വേറെ ആളെ വിട്ട് രാജാവിനെ പറ്റി അഭിപ്രായം എന്തൊക്കെയാണ് അതാണെന്നൊക്കെ കളക്ട് ചെയ്യും. പക്ഷെ അവരായിട്ട് ഇറങ്ങി നടക്കും. ഇതൊക്കെ ഇദ്ദേഹം ആണ്. ഒരു പക്ഷേ മാർത്താണ്ഡവർമ്മൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ശക്തൻ തമ്പുരാൻ ഇതിന് പേര് കേട്ട ആളെ. രാത്രി ചുമ്മാ ഇറങ്ങി നടക്കും, വാളുണ്ടാകും എപ്പോഴും കയ്യിൽ കിട്ടും. അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ജോനക മാപ്പിള. മാപ്പിള 2 തരമുണ്ട്. മാപ്പിള എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ കൊച്ചി ഭാഗത്തൊക്കെ ക്രിസ്ത്യാനിയാണ്. ജോനക മാപ്പിള എന്ന് പറഞ്ഞാൽ മുസ്ലിം. ജോനക മാപ്പിള മുമ്പേ നടക്കുന്നു. ഇയാളിങ്ങനെ 4 വശത്തും നോക്കിയാണ് നടക്കുന്നത്. രാത്രിയാണ്. ഇപ്പോൾ എന്തോ ഒരു ദുഷ്കൃത്യം ചെയ്യാനുള്ള ലാക്കാണ്. അതല്ലേ ഈ 4 പാടും നോക്കി നടക്കുന്നത്. ശക്തൻ തമ്പുരാൻ സൈലൻ്റായിട്ട് ഇയാളെ പിന്തുടർന്നു. ഇയാൾ പോയി ഒരു നമ്പൂതിരിയുടെ വീട്ടിൽ കയറിയപ്പോൾ അവിടെ നിന്നൊരു സ്ത്രീ ഇറങ്ങി വരുന്നു. വന്നിട്ട് ഇയാളിപ്പോൾ പറഞ്ഞ പോലെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, വേഗം കയറിക്കോ. ജോനക മാപ്പിള അകത്തേക്ക് കയറുന്നു. വാതിൽ തുറന്ന് തന്നെ കിടക്കുന്നു. ശക്തൻ തമ്പുരാനും പിന്നാലെ കയറി. അപ്പം അന്ന് കറൻറ്റൊന്നും ഇല്ല, ചെറിയ വെട്ടത്തിലാണ് ഇതെല്ലാം. ശക്തൻ തമ്പുരാനും കയറിയിട്ട് ഈ സ്ത്രീ അവിടുത്തെ അന്തർജനത്തെ വിളിക്കുന്നു. നമ്പൂതിരിയുടെ വീടാണ്. വേഗം വാ, ഉറങ്ങാറായില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അന്തർജനത്തിൻ്റെ ബെഡ്റൂമിലാണ് ഈ ജോനക മാപ്പിള ആദ്യം കയറിയിരിക്കുന്നത്. എന്നിട്ടിവർ ഉറങ്ങാനായിട്ട് അന്തർജനത്തെ ക്ഷണിക്കുകയാണ്. നിഷ്കളങ്കയായ അന്തർജനം ഞാൻ ദേ വരുന്നു എന്ന് പറഞ്ഞ് കൈയൊക്കെ തുടച്ച് ചെയ്ത് ഒരു സ്ത്രീ രാത്രിയിൽ കിടക്കാനായിട്ട് ഒന്ന് അടുക്കളയിൽ അഴുക്ക് വളയാനായിട്ടൊക്കെ ഇതൊക്കെ റെഡിയാക്കിയിട്ട് അന്തർജനം വന്നു. അകത്തേക്ക് കയറിയിട്ട് ഒരൊറ്റ നിലവിളി, അയ്യോ പരിചയമില്ലാത്ത ഈ ജോനക മാപ്പിള ഇവരെ കയറി പിടിക്കാൻ നോക്കി അന്തർജനം. അപ്പോഴത്തേക്ക് ഈ സ്ത്രീ മുങ്ങി സീനിൽ.
ഇവരെ കയറി പിടിക്കാൻ തുടങ്ങിയതും ശക്തൻ തമ്പുരാൻ ഇവനെ അങ്ങ് പിടിച്ച് തൂക്കി നാലുകെട്ടിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്ന് ചക്ക അരിയുന്ന പോലെ, കൊട്ടാരകൃഷ്ണൻ കൊണ്ടു എഴുതിയതാണ് കേട്ടോ, ചക്ക അരിയുന്ന പോലെ അരിഞ്ഞു ജോനമാപ്പിളയെ. ഈ പെണ്ണ് നിന്ന് കിലുകിലാ വിറയ്ക്കുന്നു, ഈ മാപ്പിളയെ ക്ഷണിച്ച് കൊണ്ടുവന്ന പെണ്ണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഈ അന്തർജനത്തെ കടന്നു പിടിച്ച് ബലാത്കാരം ചെയ്തായിരുന്നു ഉദ്ദേശം. നമ്പൂതിരി സ്ഥലത്തുമില്ല. അപ്പോൾ ശക്തൻ തമ്പുരാൻ അവിടുന്ന് അയൽവക്കത്തുള്ളവരെയൊക്കെ വിളിച്ചു. സാക്കനാണ്, ആണും പെണ്ണും എല്ലാം ഹാജരാകപ്പെടുന്നു. അപ്പോഴത്തേക്ക് അത് ശക്തൻ തമ്പുരാൻ വിളിച്ചു എല്ലാവരും, ഈ വീടിന് ഇന്ന് നിങ്ങൾ കാവലായിരിക്കണം. ഇവളാണ് ഈ കുഴപ്പം കാണിച്ചത്, പക്ഷേ ഇവളൊരു സ്ത്രീ ആയിപ്പോയി, അതുകൊണ്ട് ഞാൻ ശിക്ഷ ഇച്ചിരി കുറയ്ക്കുകയാണെന്ന് പറഞ്ഞിട്ട് 2 കൈയും രണ്ട് വെട്ട്. മറ്റേ നമ്മുടെ ഷോലെ സിനിമയിൽ ഗബ്ബർ ഖാൻ വിട്ടുന്നുണ്ടില്ല, സഞ്ജീവ് കുമാറിൻ്റെ 2 കൈ, ഇതുപോലെ 2 കൈ ഛേദിച്ച് അവളെ വെറുതെ വിട്ടു. വെറുതെ വിട്ടിട്ട് കാര്യമൊന്നുമില്ല, പക്ഷെ വിട്ടു, പ്രാണനെടുത്തില്ല. അങ്ങനെ ഒരു അറ്റംപ്റ്റ് ടു റേപ്പ് വിൽ ബി ഡെൽറ്റ് വിത്ത് സിവിയർലി. ദ മെസ്സേജ് ഗോസ് ടു ദ സൊസൈറ്റി. തിങ്ക് ഓഫ് ദാറ്റ്. എത്ര നൂറ്റാണ്ട് ആ മെസ്സേജ് നിലനിന്നിരിക്കുമെന്ന് ആലോചിച്ച് നോക്ക്. ആ പെർട്ടിക്കുലർ ഇത് നമ്മൾ എടുത്തു കഴിയുമ്പോൾ, നമ്മളിപ്പോൾ ബ്രിട്ടീഷ് കോമൺ ലോയുടെ നിയമമൊക്കെ വെച്ചിട്ട് തിയറി ഓഫ് പ്രൊപ്പോർഷനാലിറ്റി ഇതൊക്കെ സുപ്രീം കോടതിയൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് ശിക്ഷയ്ക്കും പ്രൊപ്പോർഷനാലിറ്റി വേണം, പ്രൊപ്പോർഷണലായിട്ട് ശിക്ഷിക്കാവുള്ളൂ എന്നൊക്കെയുള്ള നിയമം പിന്നീട് ഇതെല്ലാം ബ്രിട്ടീഷ് കോമൺ ലോയിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ്. ശക്തൻ തമ്പുരാൻ ചെയ്തത് ഈ മെത്തേഡിലാണ്. സെൻഡ് എ വെരി സ്ട്രോങ് മെത്തേഡ് ദാറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 4-5 തലമുറ ഇത് ഓർമ്മ നിൽക്കും. ഈ സംഭവം മാത്രം, ഇവന് ചക്ക അരിഞ്ഞതുപോലെ അരിഞ്ഞതും മറ്റേ 2 കൈ വെട്ടിയതും. സ്ത്രീക്കും ഉണ്ട് ശിക്ഷ, അല്പം കുറച്ചു സ്ത്രീ ആയതുകൊണ്ട്. സോ ഹി വാസ് സെറ്റിംഗ് എ പ്രിൻസിപ്പിൾ, ഇല്ലേ? ഹി വാസ് സെറ്റിംഗ് എ പ്രിൻസിപ്പിൾ. ദാറ്റ് പ്രിൻസിപ്പിൾ, ദാറ്റ് മെസ്സേജ് വിൽ ഗോ ടു ദ സൊസൈറ്റി സ്ട്രോങ്ലി ഇനഫ്. ഇതായിരുന്നു ശക്തൻ തമ്പുരാൻ. ഇങ്ങനെ ഒരുപാട് ധീരവീരകൃത്യങ്ങൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തീർക്കാൻ പറ്റില്ല. അവസാനം ശക്തൻ തമ്പുരാന് കുറേശ്ശെ പ്രായമായി, ഞാൻ പറഞ്ഞല്ലോ 65-ാം വയസ്സിലാണ് മരിക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അടുത്ത ഇളമുറക്കാർ അവർ പറഞ്ഞു, തിരുമേനിയുടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടാൽ അറിയാം വായിക്ക് രുചിയില്ല, കുറച്ചേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ അയാൾ പറഞ്ഞു, ശരിയാണ്, എനിക്ക് വായിക്ക് രുചിയില്ല. അല്ലെ, എന്താ രുചി, എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, ഒരു കാര്യം ചെയ്യും, ചക്ക കൂട്ടാൻ കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ഒന്ന് റെഡിയാക്കുന്നു. ഇവരാദ്യം എന്താണെന്നൊക്കെ പറഞ്ഞു, കാശും കൊടുത്ത് ചക്കയ്ക്ക് വേണ്ടി ആളെ വിട്ടു. ചക്ക കിട്ടാനില്ല, കന്നിമാസത്തിലോ മറ്റോ ആണ്. അന്നൊക്കെ സീസണലായിട്ടില്ലേ ചക്ക കിട്ടുള്ളൂ, ചക്കയില്ല. ഇവർ പിറ്റേ ദിവസം വന്നു, ചക്കയൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ വൈകുന്നേരം ശക്തൻ തമ്പുരാൻ ചോദിച്ചു, എന്താ ചക്കക്കറിയൊക്കെ എവിടെ പോയി? കിട്ടിയില്ല, ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്വേഷിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്, കിട്ടിയാൽ ഉടൻ തന്നെ ഞങ്ങൾ എത്തിക്കാം. അപ്പോൾ നേരം സന്ധ്യയായി. ശക്തൻ തമ്പുരാൻ എഴുന്നിട്ട്, കപ്പിത്താൻ ഹാജരായി. നാളെ രാവിലെ ഉച്ചയ്ക്ക് മുമ്പ് കുറച്ച് പേരെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് ഒരു സദ്യ കൊടുക്കാനായിട്ട്. തീരെ വയ്യായിരിക്കും, അപ്പോൾ കൂട്ടുകാരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. ഒരു 5-10 പേരെ ഉണ്ടാവുള്ളൂ. പക്ഷേ എനിക്കൊരു നിർബന്ധം, ചക്ക കൊണ്ടായിരിക്കണം എല്ലാ കൂട്ടാനും. ചക്ക എരിശ്ശേരി, ചക്കത്തോരൻ, ചക്ക ഓലൻ, ചക്ക അത്, ചക്ക ഇത്, മോര് വരെ ചക്ക കൊണ്ട് എന്ന് പറയുമല്ലോ തമാശ, അതുപോലെ എല്ലാം ചക്ക വേണം. കപ്പിത്താൻ പറഞ്ഞു, ഡൺ. കപ്പിത്താൻ അപ്രത്യക്ഷമായി. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ഒരു 10-500 ചക്ക, പഴുത്തതും പഴുക്കാത്തതും ഒക്കെ ആയിട്ട്. 10 പേർക്കാണ് പറഞ്ഞിരുന്നതെങ്കിലും 1000 പേർക്ക് തിന്നാനുള്ള ചക്ക അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ശക്തൻ തമ്പുരാൻ. സി, യു ഹാവ് ടു ഒബേ മൈ ഓർഡേഴ്സ്. തിരുവിതാംകൂർ രാജാവിനെ കാണാൻ വീണ്ടും ഒരിക്കൽ പോയപ്പോൾ ഭൃത്യന്മാർ 5 പേര് കൂടെയുണ്ട്. അന്ന് അറിയിച്ചിട്ടൊക്കെ സ്വീകരണമൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ രാത്രി അവിടെ ഉറങ്ങി, രാവിലെ പ്രാതലൊക്കെ കഴിഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൃത്യന്മാർ 2 പേർക്കും ഉണ്ട്. തിരുവിതാംകൂർ രാജാവിനും ഉണ്ട്, ശക്തൻ തമ്പുരാനും ഉണ്ട്.
തിരുവിതാംകൂർ മഹാരാജാവ് ഭൃത്യന്മാരോട് പറഞ്ഞു, എടാ ഈ മാളികയിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടാമോ? ഇവർ പോയി നോക്കി. ഇച്ചിരി പ്രയാസം, കയ്യോ കാലോ ഓടിയും തലയും ഇങ്ങനെ കുത്തി വീണ് കഴിഞ്ഞാൽ മരിക്കും, പ്രയാസമാണ് തമ്പുരാൻ. ആ ശരി. ഇത് കണ്ട് ശക്തൻ തമ്പുരാൻ തൻ്റെ ഭടന്മാരോട് പുരികം കൊണ്ടാംഗ്യം കാണിച്ചു, ചാടറ. 5 പേര് പറഞ്ഞൊന്നുമില്ല, പുരികം കൊണ്ടാണ് ആംഗ്യം. 5 പേര് ഉടനെ എടുത്ത് ചാടി. 1-2 കയ്യോ കാലോ ഒക്കെ ഓടിഞ്ഞു. ഒരുത്തിന് സീരിയസ് പരിക്ക് പറ്റി. അത് ഓടിച്ചെന്ന് എടുത്തു, വൈദ്യന്മാരെയൊക്കെ വിളിച്ചൊക്കെ ചെയ്തു. അപ്പോൾ തിരുവിതാംകൂർ രാജാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, പെരുമ്പടപ്പ് മൂപ്പിന്ന് പൊക്കോ, ഞാനിവരെ ചികിത്സ കഴിഞ്ഞു വിടാം. ശരി എന്ന് പറഞ്ഞു. പെരുമ്പടപ്പ് മൂപ്പിന്ന് പോയി. ഇവരോട് തിരുവിതാംകൂർ മഹാരാജാവ് ചോദിച്ചു, എടാ നിങ്ങൾ എന്ത് വിചാരിച്ചു എടുത്ത് ചാടിയ മൂപ്പിന്ന് പറഞ്ഞപ്പോൾ? അപ്പോൾ അവർ പറഞ്ഞു, തിരുമേനി ഞങ്ങൾക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ അങ്ങേര് പറയുന്നത് കേട്ട് ചാടി ചാവുക, അല്ലെങ്കിൽ അങ്ങേരുടെ വാള് കൊണ്ട് വെട്ടിച്ചാവുക. താഴെ ചാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടാനൊരു സാധ്യതയുണ്ട്, കയ്യോ കാലോ ഒന്നും ഓടി ജീവൻ കിട്ടിയെന്ന് വരും. ചാടാതിരുന്നാൽ ജീവൻ പോകും, ഉറപ്പാണ്. അപ്പോഴാണ് തിരുവിതാംകൂർ രാജാവിന് മനസ്സിലാവും, ദിസ് ഈസ് ദ പവർ ഓഫ് ദ ഓർഡർ. ആ പുരികം ഒന്ന് ചലിച്ചപ്പോൾ എടുത്ത് ചാടിയിട്ടില്ലേ, വിറയ്ക്കും. ആ സെക്കൻഡിൽ അവർ കാൽക്കുലേറ്റ് ചെയ്തു, ടു ഡു ഓർ നോട്ട് ടു ഡു. അപ്പോൾ ടു ഡു എന്നാണ് മനസ്സാക്ഷി അവരോട് പറഞ്ഞ്, ചാടിക്കോ, ചാടിയാൽ ചിലപ്പോൾ ചത്തില്ല എന്ന് വരും, നിന്നാൽ ഭരണം ഉറപ്പാണ്. അതുകൊണ്ട് ചാടി. അങ്ങനെ ഒരു ചികിത്സ കഴിഞ്ഞിട്ട് തിരിച്ചു വിട്ടു. സോ ഇറ്റ് വാസ് എ ലെസൺ ടു ട്രാവൻകൂർ മഹാരാജ ഓൾസോ. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു, ദ പവർ ഓഫ് മൈ ഓർഡർ. പക്ഷേ പുള്ളി ഇടയ്ക്കിടയ്ക്ക് പലരോടും പറഞ്ഞതായിട്ട് കൊട്ടാരത്തിൽ ശങ്കുണി രേഖപ്പെടുത്തുന്നുണ്ട്, ഞാനുള്ളപ്പോൾ മാത്രമേ ഇതുള്ളൂ, എൻ്റെ കാലം കഴിഞ്ഞാൽ ഈ രാജ്യം വല്ലവനും കൊണ്ടുപോയി, ഇവന്മാർക്കൊന്നും പ്രാപ്തിയില്ല. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് നിസ്സാരം ചക്ക വരുത്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അടുത്ത ഭരണം ഏൽക്കാനുള്ള കക്ഷികളാണ്, അവർക്ക് ചക്ക വരുത്തിക്കാൻ കഴിയില്ല. ആ പ്രായത്തിൽ പുള്ളി കപ്പിത്താനോട് ചക്ക കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഇല്ലാത്ത ചക്ക ഉണ്ടാക്കി കൊണ്ടുവരും. അതാണ് ദ പവർ ഓഫ് യുവർ ഓർഡർ, ദ കമാൻഡ്. ഇങ്ങനെ മാതൃകാപരമായിട്ട് അദ്ദേഹം ആണ് നമ്മളുടെ മഹത്തായ തൃശ്ശൂർ പൂരം. ഇപ്പോൾ ഇത് ചിട്ടപ്പെടുത്തിയത് ശക്തൻ തമ്പുരാനാണ്. ശക്തൻ തമ്പുരാൻ അന്ന് ഈ തൃപ്പൂണിത്തുറയിൽ കൊട്ടാരമുണ്ട്, തൃശ്ശൂർ കൊട്ടാരമുണ്ട്, പല സ്ഥലത്തും പുള്ളിക്ക് വാസസ്ഥലം, ഗൃഹതി, ഇതൊക്കെയുണ്ട്. അപ്പോൾ അന്ന് തേക്കിൻകാട് മൈതാനം കാട് കയറി കിടക്കുകയാണ്. അതാദ്യം ക്ലീൻ ചെയ്ത് ഒരു പ്രദക്ഷിണ വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ക്ലീനിങ് തുടങ്ങി. അപ്പോൾ ഒരു വെളിച്ചപ്പാട് തുള്ളി കൊണ്ടുവരുന്നു, ഇത് വെട്ടാൻ പറ്റില്ല ഉണ്ണി, എന്താ കാര്യം എന്താ? ഞാൻ പാറമേക്കാവ് ഭഗവതിയാണ്, എൻ്റെ അച്ഛൻ്റെ ജടയാണിതെല്ലാം. ഇപ്പോൾ ശക്തൻ തമ്പുരാൻ ഈ കാട് വിടപ്പോൾ ഇതാരുടെ ജട? ഇത് ജടയാണെങ്കിൽ ഇത് മുറിച്ച് കളയേണ്ട ആവശ്യമാണ്, ഞാനിവിടെ വൃത്തിയാക്കുകയല്ലേ. തർക്കുത്തരം പറയുന്നു, കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വെളിച്ചപ്പാട് നെറ്റിക്കിങ്ങനെ വാള് കൊണ്ട് അടിക്കാൻ തുടങ്ങി. വാളിന് മൂർച്ചയൊന്നുമില്ല, പഴയൊരു സാധനം. ശക്തൻ തമ്പുരാൻ പറഞ്ഞു, അതേ അതുകൊണ്ട് അടിച്ചാലൊന്നും തൻ്റെ നെറ്റി മുറിയില്ല, ഞാൻ കാണിച്ചു തരാൻ തൻ്റെ നെറ്റി മുറിയുന്നു പറഞ്ഞിട്ട് സ്വന്തം വാളെടുത്ത് നെറ്റിയിൽ വെച്ചിട്ട് കൈകൊണ്ട് ഒറ്റത്തട്ട് 2 കഷ്ണമായി വെളിച്ചപ്പാട്. എടുത്ത് മാറ്ററേ എന്നിട്ട് ക്ലീൻ ചെയ്യെല്ലാം. അങ്ങനെയാണ് തേക്കിൻകാട് ക്ലീൻ ചെയ്തിട്ട് പ്രദക്ഷിണ വഴിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ശക്തൻ തമ്പുരാന് അമ്മയില്ല, ചിറ്റമ്മയാണ്. ചിറ്റമ്മ പറഞ്ഞു, ചിറ്റമ്മ വിളിക്കുന്നത് കുഞ്ഞിപ്പിള്ള എന്നാണ്. കുഞ്ഞിപ്പിള്ള, നീ എന്തേ കാണിച്ചേ? പാറമേക്കാവ് ഭഗവതിയെ വെല്ലുവിളിക്കുക, അവിടെ ചോര വീഴ്ത്തുക. അപ്പോൾ പറഞ്ഞു, അത് പാറമേക്കാവ് ഭഗവതി, അത് വെളിച്ചപ്പാടെന്ന് പറഞ്ഞൊരു കോമരം തുള്ളി വന്ന ബോധമില്ലാത്തവനാണ്, അവന് സ്വന്തം നെറ്റി അടിച്ച് പൊട്ടിക്കാൻ പോലുമില്ല, ആൾ മൂർച്ചയില്ല, അതുകൊണ്ട് അവനെ ഞാനും സഹായിച്ചതാണ്. എന്നാലും ഉണ്ണി ഭഗവതി കോപിച്ചാലുണ്ടല്ലോ, ചിറ്റമ്മ ചുമ്മാ ഇരിക്കുന്നു, ഭഗവതി എങ്ങനെയാണ് കോപിക്കുന്നത്? കാടപിടപ്പ് വെട്ടിക്കളഞ്ഞാൽ ഭഗവതി കോപിക്കില്ല, എന്നോട് സന്തോഷിക്കുകയുള്ളൂ. ഞാൻ ഭഗവതി അവിടെ എല്ലാം പാറമേക്കാവ്, തിരുവമ്പാടി, ആ പ്രദേശം മുഴുവൻ ക്ലീൻ ചെയ്യാൻ ഞാൻ പോകുന്നിട്ടാണ് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഡിസൈൻ ഉണ്ടാക്കുന്നത്. ആദ്യം ഇതെല്ലാം വൃത്തിയാക്കി പ്രദക്ഷിണ വഴിയാണ്, സ്ഥലം വേണ്ടേ, ചുമ്മാ പൂരം നടത്തണം, കാട് പിടിച്ച് കിടക്കുന്നത് എന്ത് ചെയ്യും? ഇതൊക്കെ ആദ്യം വെട്ടിത്തെളിച്ച് റെഡിയാക്കിയിട്ട് പിന്നെ പുള്ളി പൂരം സെറ്റ് ചെയ്ത് പാറമേക്കാവ് എന്ത് ചെയ്യണം, തിരുവാമ്പാടി എന്ത് ചെയ്യണം, കണിമംഗലം ശാസ്താവ് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ശക്തൻ തമ്പുരാൻ്റെ ഡിസൈനാണ്. ഇതിൻ്റെ ചിലവ് കരക്കാർ വഹിക്കണം എന്ന് കൂടെ നിശ്ചയിച്ചിട്ടാണ് തൃശ്ശൂർ പൂരം തുടങ്ങുന്നത്. ദാറ്റ് വാസ് ദ ഗ്രേറ്റ് മാൻ. അപ്പോൾ ശക്തൻ തമ്പുരാന് നമ്മൾ ഇന്നത്തെ നമ്മളുടെ പരിപ്രേക്ഷ്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ
ഹി വാസ് എ ക്രൂവൽ അഡ്മിനിസ്ട്രേറ്റർ എന്നൊക്കെ തോന്നും. മേ ബി ഹി വാസ് ബിറ്റ് ക്രൂവൽ, ബട്ട് ദെൻ വാട്ട് വാസ് ഹിസ് ഇൻറ്റൻഷൻ? ടു എസ്റ്റാബ്ലിഷ് ലോ ആൻഡ് ഓർഡർ. അതിനുശേഷമാണ് കൊച്ചി ഭാഗത്ത് പറഞ്ഞാൽ അനുസരിക്കുക എന്നൊക്കെ പറയുന്ന ചില മൂല്യങ്ങളുണ്ടല്ലോ, അത് നടപ്പിലാക്കാൻ നിങ്ങൾ ബലം പ്രയോഗിച്ച് തന്നെ ചെയ്യേണ്ടി വരും. അന്നത്തെ കാലത്ത് സാഹചര്യത്തിൽ അത് ശക്തമായിട്ടും ശരിയായിട്ടും നിർവഹിച്ച ആളാണ് ശക്തൻ തമ്പുരാൻ. ശക്തൻ തമ്പുരാൻ്റെ കഥ വളരെ നീണ്ടതാണ്. ഐതിഹ്യമലയിൽ ഒരുപാട് പേജുകളിലായിട്ട് പരന്ന് കിടക്കുന്നു ശക്തൻ തമ്പുരാൻ്റെ കഥ. അതിൻ്റെ ചെറിയൊരംശം മാത്രമേ നിങ്ങളോട് ഞാൻ പറഞ്ഞുള്ളൂ. അത് തന്നെ ഇത്രയും നേരം എടുത്തു. താങ്ക് യു.